കോയമ്പത്തൂർ മരുതമലയിൽ 4 ദിവസം മുൻപാണ് ഒരു വശം തളർന്നു കിടക്കുന്ന അമ്മയാനയും അമ്മയുടെ അടുത്തുനിന്ന് മാറാതെ നിൽക്കുന്ന 3 മാസം പ്രായമുള്ള കുട്ടിയാനയും വനപാലകരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തളർന്നു കിടക്കുന്ന അമ്മയും നിസ്സഹായമായി ചുറ്റിത്തിരിയുന്ന കുട്ടിയാനയും ഒരു കരളലിയിക്കുന്ന ദൃശ്യമായിരുന്നു. കുട്ടിയാന ഒന്നും കഴിക്കാനും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അമ്മയാനയെ രക്ഷപ്പെടുത്താനാകുമെന്ന് യാതൊരു പ്രതീക്ഷയും തുടക്കത്തിൽ വനപാലകർക്കും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും വനപാലകരും വെറ്റിനറി സർജന്മാരും അതിനെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. പ്രശസ്തരായ വെറ്റിനറി ഡോക്ടർമാരുടെ ഉപദേശപ്രകാരം ചികിത്സയുടെ ഭാഗമായി ആനയെ ക്രെയിൻ ഉപയോഗിച്ച് കെട്ടിപ്പൊക്കി നിർത്തി. ക്രെയിനിന്റെ പിൻബലത്തിൽ ആന 3 ദിവസം എഴുന്നേറ്റ് നിൽക്കുകയും ആഹാരവും മരുന്നും കഴിക്കുകയും ചെയ്തു. അമ്മയുടെ അടുത്ത് നിന്ന് വിട്ടുമാറാതെ നിന്ന ആനക്കുട്ടിയെ വനപാലകർ ഒടുവിൽ മറ്റ് ആനക്കൂട്ടങ്ങൾക്കൊപ്പം ചേർത്തു. അവർ വളരെ ശ്രദ്ധയോടെ കുഞ്ഞിനെ പരിപാലിച്ചു. പോരാത്തതിന് രാത്രികാലങ്ങളിൽ അമ്മയെ വന്ന് കാണുകയും ചെയ്തു. എന്നാൽ വെറ്റിനറി ഡോക്ടർമാർ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗതയിൽ ആന സുഖം പ്രാപിച്ചു. ക്രെയിനിന്റെ സപ്പോർട്ടിൽ നിന്ന് ആന സ്വയം പുറത്തിറങ്ങി വരികയും ചെയ്തതോടെ വനപാലകർ അതിനെ തിരിച്ച് ആനക്കൂട്ടത്തിൽ ചേരാനായി വിടുകയായിരുന്നു. എന്നിരുന്നാലും ആന ഇപ്പോഴും വനപാലകരുടെ നിരീക്ഷണത്തിൽ തന്നെയുണ്ട്. കഴിഞ്ഞ 4 ദിവസമായി അസാധ്യം എന്ന് തോന്നിയ കാര്യത്തെ സാധ്യമാക്കിയെടുത്തത് CF രാമസുബ്രഹ്മണ്യൻ, DFO ജയരാജ്, വെറ്റിനറി ഡോക്ടർ സുകുമാർ, ഡോക്ടർ രാജേഷ്, ഡോക്ടർ പ്രിയങ്ക, റേഞ്ച് ഓഫീസർ അരുണും തിരുമുരുകനും അതുപോലെ തന്നെ മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്നുമാണ്. അമ്മയെയും കുഞ്ഞിനെയും തിരിച്ച് ജീവിതത്തിലേക്ക് ഒരുമിപ്പിച്ചതിന് ഇവർക്കൊരു ബിഗ് സല്യൂട്ട്.